ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗോപാല ഇറങ്ങാൻ പറ്റേ. എന്താ എന്താ പറ്റി മുരളി? ഒരു കാര്യം സത്യം പറയണം. ഈ വീടിരുന്ന സ്ഥലത്ത് പണ്ട് നാഗത്തറയോ മറ്റുണ്ടായിരുന്നോ? ഇല്ല. എന്നാ നിങ്ങൾക്കത് അറിയാഞ്ഞിട്ടാ. ഇത് നാഗദേവതകൾ കുടികൊണ്ടിരുന്ന സ്ഥലമാ. അതിന്റെ സൂചന എനിക്ക് കിട്ടി. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? കച്ചവടം മുടക്കാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നതായിരിക്കും. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒന്നുമില്ലാഞ്ഞിട്ടാണോ ഞാനും എന്റെ ഭാര്യയും നാഗങ്ങളെ സ്വപ്നം കണ്ടത്? ഈ വീട് വാങ്ങിയ ഞങ്ങൾക്ക് നാഗദംശനം ഏക്കുമെന്ന സ്വപ്നം കണ്ടിരിക്കുന്നേ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എന്റെ പൊന്നു പെങ്ങളെ, ഞാൻ ഇച്ചിരി വിശ്വാസമുള്ള കൂട്ടത്തിലാ. എനിക്ക് റിസ്ക് എടുക്കാനൊന്നും പറ്റത്തില്ല. അഡ്വാൻസ് തന്ന കാശ് നിങ്ങൾ തിരിച്ചു തന്നില്ലേലും കുഴപ്പമില്ല. ഈ കച്ചവടത്തേത് ഞാൻ ഒഴിയ. എനിക്ക് ഈ വസ്തു വേണ്ട. മുരളി പോ. മുരളി സാറ് എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറയാനുള്ളത് മൊത്തം പറഞ്ഞു നോക്കി. രാവിലെ എന്റെ മുന്നിലേക്ക് ഓടിപ്പടഞ്ഞു വന്നപ്പോ മുഖം ഒന്ന് കാണായിരുന്നു. പേടിച്ചു പോയി. ഞാൻ എന്തായാലും സാറിനെ ഒന്ന് കൊണ്ടുപോയി വിട്ടിട്ട് വരാം. എന്നിട്ട് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ ഗോപാല. ഇവനീ പറഞ്ഞിട്ട് പോയതൊന്നും മനസ്സിലായില്ലല്ലോ സുനന്ദേ. ഗോപാലേട്ടൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോ എനിക്കത്ര കാര്യമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ അയാളും അയാളുടെ ഭാര്യയൊക്കെ ഒരേ സമയം അതേ സ്വപ്നം തന്നെ കാണാന്നൊക്കെ പറഞ്ഞാല്... അയാള് പറഞ്ഞില്ലേ സുനന്ദേ, അതെന്തോ ഉൾവിളിയാ. കൃഷ്ണൻ നാഗങ്ങളെ പൂജിക്കുന്ന ഒരു പെൺകുട്ടിയാ. കളം വരയ്ക്കാനും നാഗങ്ങളെ പ്രസാദിപ്പിക്കാനും ഒക്കെ അവൾക്കറിയാം. ഗോപാലേട്ടൻ സ്വപ്നത്തിൽ കണ്ട പോലെ കളരിക്കലെ സർപ്പദോഷം തീരാൻ പോകുന്നത് കൃഷ്ണ അവിടെ എത്തുന്നതോടെ ആയിരിക്കോ? അങ്ങനെ എനിക്ക് തോന്നുന്നേ. സുനന്ദേ, വെറുതെ എങ്കിലും നമ്മൾ മോഹിച്ചു പോയിട്ടില്ലേ കൃഷ്ണ കളരിക്കലെ മരുമകളായിട്ട് സ്ഥിരം ഉണ്ടാവണമെന്ന്? കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ അതിനുള്ള വഴിയാ തെളിഞ്ഞു വരുന്നത്. അതെ ഗോപാലേട്ടാ, സംശയം ഒന്നുമില്ല. അല്ലെങ്കില് കളരിക്കലെ നാഗദോഷം തീർക്കാൻ വേണ്ടി ഇത്ര വളഞ്ഞ വഴിയിലൂടെ അത് കൃഷ്ണയിലേക്ക് എത്തിച്ചേരില്ലല്ലോ. ഇതവളുടെ ഭാഗ്യം തന്നെയാ. അവള് നവിന്റെ ഭാര്യയായി വേഷം കെട്ടുന്നവളല്ല, എന്നും നവിന്റെ ഭാര്യ തന്നെയായിരിക്കും. എന്റെ ദൈവമേ, അങ്ങനെയാണ് നടക്കുന്നതെങ്കില് എത്ര നന്നായിരുന്നു. അങ്ങനെ തന്നെ നടക്കട്ടെ.